2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള അണിയറ പ്രവർത്തനങ്ങൾ എല്ലാ പാർട്ടികളും ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ പാർട്ടിക്ക് നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം. എന്നാൽ 2026 അധികാരം പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ. ഇത്രയും നല്ല രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെറിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നതുപോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തോൽവിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ 100-ലധികം സീറ്റുകൾ നേടി ആധികാരികമായ ഒരു വിജയമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. എന്ത് വിലയും കൊടുത്തും കോൺഗ്രസ് തിരിച്ചുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മണ്ഡലമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ. 2021 CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്ന VN വാസവൻ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രിൻസ് ലൂക്കോസിനെ 15,000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഏറ്റുമാനൂരിൽ മുൻപത്തെ പോലെ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടത്ര ശോഭിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും അതിന് ജോസഫ് വിഭാഗം സമ്മതം അറിയിച്ചതായുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആന്റോ ജോസഫ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന സൂചനയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതിരമ്പുഴ പഞ്ചായത്തുകാരനാണ് ആന്റോ ജോസഫ്. കോളേജ് രാഷ്ട്രീയത്തിലൂടെ KSUവിലും പിന്നീട് യൂത്ത് കോൺഗ്രസിനും സജീവ സാന്നിധ്യം അറിയിച്ച ആന്റോ ഒരു കറകളഞ്ഞ കോൺഗ്രസുകാരനാണ്. കോൺഗ്രസ് ബന്ധങ്ങൾ തന്നെയാണ് ആന്റോയെ സിനിമാ മേഖലയിലും എത്തിച്ചത്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് ഏറ്റവും വേരോട്ടമുള്ള പഞ്ചായത്താണ് അതിരമ്പുഴ. ഒരു മികച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ 7,000-ന് മുകളിൽ ലീഡ് ഇവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളായ കുമരകം, തിരുവാർപ്പ്, ഐമനം പോലുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ഇടതുപക്ഷം നേടുന്ന ഭൂരിപക്ഷത്തെ മറികടക്കാൻ ഇത് മതിയാകും. ഏറ്റുമാനൂർ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ UDF അനുകൂല തരംഗം ആന്റോ ജോസഫിന് ഗുണകരമാകും. കത്തോലിക്ക സഭാംഗമായ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് ആന്റോ ജോസഫ്. അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ ചങ്ങനാശ്ശേരി രൂപതയുടെ നിസ്സീമമായ പിന്തുണയും കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരുമായി ചങ്ങനാശ്ശേരി രൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ നേരിട്ട് ഏറ്റുമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അനുകൂല ഘടകവും UDFന് ലഭിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി അഴിമതിയുടെയും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെയും പേരിൽ VN വാസവന്റെ പ്രതിച്ഛായയ്ക്ക് നല്ല രീതിയിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ നേതാവിനെ മമ്മൂട്ടിയുടെ വലം കൈയെ രംഗത്തിറക്കി തകർക്കാമെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. മമ്മൂട്ടിയുമായി ഏറെ ആത്മബന്ധമുള്ള വ്യക്തിയാണ് ആന്റോ ജോസഫ്. മമ്മൂട്ടിയും മോഹൻലാലും 15 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവും കൂടിയാണ് അദ്ദേഹം. മമ്മൂട്ടിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളും നിർമ്മിക്കുകയും അദ്ദേഹത്തോടൊപ്പം സദാസമയവും കാണപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് ആന്റോ ജോസഫ്. മമ്മൂട്ടിയോടൊപ്പം എപ്പോഴും കാണാറുള്ള മറ്റൊരു വ്യക്തിയാണ് രമേശ് പിഷാരടി. കോൺഗ്രസുമായുള്ള തന്റെ അനുഭാവം ഒരിക്കലും മറച്ചുവെക്കാത്ത കലാകാരനാണ് രമേശ് പിഷാരടി. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പ് വേദികളിലും പ്രചാരണങ്ങളിലും രമേശ് പിഷാരടി സജീവ സാന്നിധ്യമായിരുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ വേദികളിൽ എത്തുമ്പോൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒരേപോലെ വിമർശിച്ച് ജനശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് രമേശ് പിഷാരടി. ഷാഫി പറമ്പിലിന്റെ ആത്മസുഹൃത്തു കൂടിയാണ് രമേശ് പിഷാരടി. തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. 1991 മുതൽ 2011 വരെ 5 തവണ തുടർച്ചയായി ബാബു മണ്ഡലത്തിൽ വിജയിച്ചു. എന്നാൽ 2016 തിരഞ്ഞെടുപ്പിൽ LDFിലെ സ്വരാജിനോട് ബാബുവിന് ആദ്യമായി പരാജയപ്പെടേണ്ടി വന്നു. 4,467 വോട്ടിനായിരുന്നു സ്വരാജിന്റെ വിജയം. എങ്കിലും 2021 തിരഞ്ഞെടുപ്പിൽ സ്വരാജിനെ തന്നെ പരാജയപ്പെടുത്തി ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചു. 1,232 വോട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. BJPക്ക് മോശമല്ലാത്ത സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. മുൻമന്ത്രി ബാബുവിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന കാര്യം അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേശ് പിഷാരടിയെ രംഗത്തിറക്കാൻ ആലോചിക്കുന്നത്. യുവാക്കളുടെയും സ്ത്രീകളുടെയും മധ്യവർഗത്തിന്റെയും വോട്ട് നിർണായകമായ മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഇവരുടെ വോട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ആലോചനയാണ് രമേശ് പിഷാരടിയിലേക്ക് എത്തിച്ചത്. മറുവശത്ത് സാമുദായിക സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായാൽ അതിനെക്കൂടി അതിജീവിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ രമേശ് പിഷാരടിയുടെ സാധ്യത വർദ്ധിക്കുന്നു.
നിലമ്പൂരിലെ പരാജയത്തോടെ എം സ്വരാജ് പൊന്നാനി മണ്ഡലത്തിലേക്ക് മാറിയേക്കും എന്നതാണ് പുതിയ രാഷ്ട്രീയ സൂചന. അതിനാൽ തന്നെ രമേശ് പിഷാരടിക്കെതിരെ മത്സരിക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയുടെ അഭാവം CPM-നെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ യുവനേതാവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ചാനൽ ചർച്ചകളിലെ ശക്തനായ പോരാളിയുമായ അഡ്വക്കേറ്റ് KS അരുൺകുമാർ ആയിരിക്കും തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകുക എന്നും സൂചനയുണ്ട്. മുൻപ് തൃക്കാക്കരയിൽ ഉപതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ചുവെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തേടിയുള്ള CPM പരീക്ഷണം അവസാനിച്ചത് ഡോക്ടർ ജോ ജോസഫിലാണ്. അതിനാൽ തന്നെ അരുൺകുമാറിനെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.